Hello students, let us start with the topic from module 5, that is serial port programming. That is 8051 serial port programming. Before we go to that topic, let us see some basics of serial communication. Now computers transfer the data in two ways, that is parallel, serial. Now parallel means that is often 8 or more lines are used. Wire conductors are used to transfer data to a device that is only a few feet away. Okay, so parallelly നമുക്ക് ഡേറ്റ അതായത് രണ്ട് രീതിയിലാണ് കമ്പ്യൂട്ടേഴ്സ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് പാരലൽ ആൻഡ് സീരിയൽ. സോ പാരലൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടാവും. ദാറ്റ് ഇസ് 8 ഓർ മോർ, 8 ലൈൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ അതിന് കൂടുതൽ ഉണ്ടാവാം. ആ ലൈൻസ് അല്ലെങ്കിൽ വയർ കണ്ടക്ടേഴ്സാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി സീരിയൽ ആണെങ്കിൽ to transfer to a device located many meters away, the serial method is used. Data is sent one bit at a time. ഇപ്പോൾ ഇവിടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറൻസ് പറയുന്നത് അറ്റ് എ ടൈം ആണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ടു ട്രാൻസ്ഫർ അതായത് മെനി മീറ്റേഴ്സ് അവേ, അതായത് കുറേ ദൂരമുള്ള ഡിവൈസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ സീരിയൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. Now let us consider at the transmitting end the byte of data must be converted to serial bits. Okay, so using a parallel in serial out shift register the conversion can take place. അതായത് ഇപ്പോൾ ട്രാൻസ്മിറ്റിംഗ് എൻഡിലാണെങ്കിൽ അതായത് ഡേറ്റ ഇത് സീരിയൽ ബിറ്റിലേക്ക് മാറ്റേണ്ടി വരും, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായി. സോ പാരലൽ ഡേറ്റ ഉള്ളത് അത് സീരിയൽ ഡേറ്റ ആയിട്ട് മാറ്റുന്നു, അതൊരു ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നു. ഓക്കെ, പാരലലിൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്യാം. ഇനി റിസീവിങ് എൻഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സീരിയൽ ഡേറ്റ ഈസ് റിസീവ്ഡ് ആൻഡ് പാക്ഡ് ഇൻ ടു ദ ബൈറ്റ്. അപ്പോൾ ഇവിടെ സീരിയൽ ഇൻ പാരലൽ ഔട്ട്, അതായത് ഇനി ഇവിടെ പാരലലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ സീരിയൽ ഡേറ്റ പാരലലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതാണ് സീരിയൽ വേഴ്സസ് പാരലൽ ട്രാൻസ്ഫർ, ഡേറ്റ ട്രാൻസ്ഫർ. ഇപ്പോൾ സീരിയൽ നമുക്ക് കാണാൻ പറ്റും 1 ബിറ്റ് അറ്റ് എ ടൈമാണ് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് അയക്കുന്നത്. പാരലൽ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ, അതായത് 8 ലൈൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതലാവാം. സോ D0 to D7 എടുക്കുകയാണെങ്കിൽ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഒരേ സമയത്ത് പാരലലായിട്ട് സെൻഡ് ചെയ്യുന്നു. Now let us consider when the distance is short, the digital signal can be transferred as it is on a simple wire and requires no modulation. If the data is to be transferred on the telephone line, it must be converted from zeros and ones to audio tones. This conversion is performed by a device called modem or modulator demodulator. Okay, അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഷോർട്ട് ആണെങ്കിൽ എന്താണ് ഡിജിറ്റൽ സിഗ്നൽ ആസ് ഇറ്റ് ഇസ് സെൻഡ് ചെയ്യാൻ പറ്റും, ഒരു സിമ്പിൾ വയറിൽ തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ മോഡുലേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, പക്ഷേ ടെലിഫോൺ ലൈൻസ് എല്ലാം ആണെങ്കിൽ കുറേ ദൂരം ചിലപ്പം സെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീറോസ് ആൻഡ് വൺസ് അത് ഓഡിയോ ടോൺസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് നോൺ ആസ് മൊഡം ആണ് ഈ കൺവേർഷൻ ചെയ്യുന്നത്, മോഡുലേറ്റർ ഡീമോഡുലേറ്റർ. Now serial data communication uses two methods, that is synchronous method, okay, and asynchronous method. Synchronous method transfers a block of data at a time, അതായത് സിങ്ക്രണസിൽ ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അറ്റ് എ ടൈം. അസിങ്ക്രണസ് ആണെങ്കിൽ ട്രാൻസ്ഫേഴ്സ് എ സിംഗിൾ ബൈറ്റ് അറ്റ് എ ടൈം, അതായത് അസിങ്ക്രണസിൽ സിംഗിൾ ബൈറ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ദെൻ ഇറ്റ് ഈസ് പോസിബിൾ ടു റൈറ്റ് സോഫ്റ്റ്വെയർ ടു യൂസ് ഐദർ ഓഫ് ദീസ് മെത്തേഡ്സ്. ഓക്കെ, സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഈ മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ദ പ്രോഗ്രാംസ് ക്യാൻ ബി tedious ആൻഡ് ലോങ്, അതായത് അത് കൂടുതൽ വലുതുമായിരിക്കും, അതുപോലെ തന്നെ അത് എഴുതാനും ഡിഫിക്കൽട്ടായിരിക്കും. Now when we consider, there are special IC chips made by many manufacturers for serial communications, that is UART and USART. UART, that is Universal Asynchronous Receiver Transmitter. USART, that is Universal Synchronous Asynchronous Receiver Transmitter. Okay, അപ്പോൾ അങ്ങനെ രണ്ട് ചിപ്സ് അവൈലബിൾ ആണ്. Now another type of transmission is half and full duplex type of transmission. If data can be transmitted and received, it is a duplex transmission. That is രണ്ട്, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഡുപ്ലെക്സ് എന്ന് പറയും. That is if the data transmitted one way at a time, it is referred to as half duplex.
If the data can go both ways at a time, it is full duplex. Okay, this is contrast to simplex transmission. അതായത് ഇവിടെ നമുക്ക് ഹാഫ് ആൻഡ് ഫുൾ ഡുപ്ലെക്സ് ഉണ്ട്. അതായത് ഡുപ്ലെക്സ് എന്ന് പറയുന്നത് രണ്ട് ഇതും ചെയ്യാം, അതായത് ട്രാൻസ്മിറ്റും ചെയ്യാൻ പറ്റും, റിസീവും ചെയ്യാൻ പറ്റും. പക്ഷേ ഹാഫ് ഡുപ്ലെക്സ് എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരു വേ മാത്രമേ പറ്റൂ. അതായത് ഇഫ് ഡേറ്റ ട്രാൻസ്മിറ്റഡ് വൺ വേ എ ടൈം, ഒരു ഡയറക്ഷനിൽ മാത്രമേ പറ്റൂ, അതാണ് ഹാഫ് ഡുപ്ലെക്സ്. പക്ഷേ രണ്ട് ഡയറക്ഷനിലും ഒരേ സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫുൾ ഡുപ്ലെക്സ് എന്ന് പറയുന്നത്. സിംപ്ലെക്സ് എന്ന് പറയുന്നത് അത് എന്താണ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ പറ്റുന്നുള്ളൂ, ഫ്രം ട്രാൻസ്മിറ്റർ ടു റിസീവർ. അപ്പോൾ ഇവിടെ കാണാം, ഇത് കണ്ടോ ഡിഫറൻസ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സിംപ്ലെക്സ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് മാത്രം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സിംപ്ലെക്സ്. ഓക്കെ, ഒരു ഡയറക്ഷനിലേ ഉള്ളൂ, ട്രാൻസ്മിറ്റർ ടു റിസീവർ. ഇനി ഡുപ്ലെക്സ് രണ്ടാണ്, ഹാഫ് ഡുപ്ലെക്സും ഫുൾ ഡുപ്ലെക്സും. ഹാഫ് ഡുപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്മിറ്റർ റിസീവറിലേക്ക്, അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് പോകുന്നത് അത് വൺ അറ്റ് എ ടൈമാണ്. അതായത് ഒരു സമയത്ത് either ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം അടുത്തത് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവർ, അതായത് ഒരു സമയത്ത് ഒരു ഡയറക്ഷനിൽ മാത്രമേ പോകാൻ പറ്റൂ. വെറസ് ഫുൾ ഡുപ്ലെക്സ് ആണെങ്കിൽ ട്രാൻസ്മിറ്റർ ടു റിസീവർ അത് അതായത് ഡിഫറെൻ്റ്, അതായത് ഇപ്പം എന്താണ്, അറ്റ് എ ടൈം നമുക്ക് രണ്ട് രീതിയിൽ രണ്ട് ഡയറക്ഷനിലും ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഓക്കെ, അറ്റ് എ ടൈം. Now there are the concept of start and stop bits. So these are important bits. Now a protocol is a set of rules agreed by both the sender and receiver on. അതായത് പ്രോട്ടോക്കോൾ ഉണ്ടാവും, അപ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ സെൻഡർ റിസീവറും അത് അഗ്രി ചെയ്തിട്ടാണ് ഈ റൂൾസ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹൗ ദ ഡേറ്റ ഈസ് പാക്ഡ്, എങ്ങനെയാണ് ഡേറ്റ പാക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പിന്നെ ഹൗ മെനി ബിറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്യാരക്ടർ, ഒരു ക്യാരക്ടർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി എത്ര ബിറ്റ്സ് വേണം. ദെൻ വെൻ ദ ഡേറ്റ ബിഗിൻസ് ആൻഡ് എൻഡ്സ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഈ ഒരു പ്രോട്ടോക്കോളിൽ പ്രകാരം ഉണ്ടാവും. ഇനി അസിൻക്രണസ് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ക്യാരക്ടർ ഓറിയൻറ്റഡ് ട്രാൻസ്മിഷൻസ്. ഈച്ച് ക്യാരക്ടർ ഇസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ്. ദിസ് ഇസ് കോൾഡ് ഫ്രെയിമിംഗ്. അപ്പോൾ ശരിക്കും ഇത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ് നമ്മൾ അസിൻക്രണസ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷനിലാണ് കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഓറിയൻറ്റഡ് ട്രാൻസ്മിഷൻസിന് യൂസ് ചെയ്യുന്നതാണ് asynchronous serial data communication. And each character is placed, അതായത് ഓരോ ക്യാരക്ടറും പ്ലേസ് ചെയ്യുന്നത് സ്റ്റാർട്ടും സ്റ്റോപ്പ് ബിറ്റ്സിന് ഇടയിലാണ്. അതിൻ്റെ ആ ഒരു പ്ലേസ് ചെയ്യുന്ന രീതിയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ്. ദ സ്റ്റാർട്ട് ബിറ്റ് ഇസ് ഓൾവേസ് 1 bit. ദ സ്റ്റോപ്പ് ബിറ്റ് ക്യാൻ ബി 1 or 2 bits. ഓക്കെ, സ്റ്റാർട്ട് ബിറ്റ് എപ്പോഴും 1 bit ആയിരിക്കും, സ്റ്റോപ്പ് ബിറ്റ് 1 or 2 bits ആവാം. സ്റ്റാർട്ട് ബിറ്റ് ഇസ് ഓൾവേസ് എ 0. ഓക്കെ, സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്നത് അത് 0 ആയിരിക്കും. സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. ഓക്കെ, 1 ആണ്. സ്റ്റോപ്പ് ബിറ്റ് ഓർ ബിറ്റ്സ് വിൽ ബി 1. ബ്ലോക്ക് ഓറിയൻറ്റഡ് ഡേറ്റ ട്രാൻസ്ഫേഴ്സ് യൂസസ് സിൻക്രണസ് മെത്തേഡ്. അപ്പോൾ ട്രാൻസ്ഫർ, അതായത് ഒരു ബൈറ്റ് ആണെങ്കിൽ അതാണ് അസിൻക്രണസ് ടൈപ്പ്. വേറെസ് ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സിൻക്രണസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കാണാൻ പറ്റും. ഇതാണ് ഒരു എക്സാമ്പിൾ, അതായത് ആസ്കി ക്യാരക്ടർ എ. ഓക്കെ, ഫോർ എക്സാമ്പിൾ അപ്പോൾ ഫ്രെയിം എങ്ങനെയാണ് ആസ്കി ക്യാരക്ടർ എ ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ ഇപ്പോൾ കണ്ടോ, സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്നത് ലോ ആണ്. ഓക്കെ, അപ്പം ആ സ്റ്റാർട്ട് ബിറ്റാണ് ആദ്യം പോകുന്നത്. ഓക്കെ, ദെൻ വെൻ ദർ ഇസ് നോ ട്രാൻസ്ഫർ ദ സിഗ്നൽ ഇസ് ഹൈ വിച്ച് ഇസ് റെഫേർഡ് ടു ആസ് മാർക്ക്. അതായത് ഇനീഷ്യലി ഒരു ട്രാൻസ്ഫറും ഇല്ല, അപ്പോൾ ട്രാൻസ്ഫർ നടക്കാത്ത സമയത്ത് ഒരു ഹൈ ആയിരിക്കും, സിഗ്നൽ ഹൈ ആയിരിക്കും, അതിനെയാണ് മാർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം സ്റ്റാർട്ട് ബിറ്റ് പോവും. ഓക്കെ, സ്റ്റാർട്ട് ബിറ്റ് ഗോസ് ഔട്ട് ഫസ്റ്റ്, അത് ലോ ആണ് സ്റ്റാർട്ട് ബിറ്റ്. ദെൻ കംസ് ദ ക്യാരക്ടർ, അതായത് ആ ഒരു അതായത് ഇപ്പം 41H ആണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. സോ 41Hൻ്റെ ബൈനറിയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ അതായത് ഇപ്പം 01000001. ഓക്കെ, അതാണ് 41ൻ്റെ ബൈനറി, റൈറ്റ്. അപ്പോൾ അത് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആ ഡേറ്റ അതായത് അത് ഡേറ്റ ആണ് ഇനി സെൻഡ് ചെയ്യുക. പിന്നെ ഉള്ളത് സ്റ്റോപ്പ് ബിറ്റ്. അപ്പോൾ സ്റ്റോപ്പ് ബിറ്റ് ഇവിടെ 1 ആണ്, ഒരു ബിറ്റാണ് കാണിച്ചിട്ടുള്ളത്, ഒന്നിൽ കൂടുതലാവാം, 1 or 2. ഓക്കെ, സോ ദ ട്രാൻസ്മിഷൻ ബിഗിൻസ് വിത്ത് ദ സ്റ്റാർട്ട് ബിറ്റ് ഫോളോഡ് ബൈ D0, ദ LSB, ദെൻ ദ റെസ്റ്റ് ഓഫ് ദ ബിറ്റ്സ് അൺടിൽ MSB D7, ആൻഡ് ഫൈനലി ദ 1 സ്റ്റോപ്പ് ബിറ്റ് ഇൻഡിക്കേറ്റിംഗ് ദ എൻഡ് ഓഫ് ദ ക്യാരക്ടർ. അപ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് ബിറ്റ് എൻഡ് ഓഫ് ദ ക്യാരക്ടർ കാണിക്കാൻ വേണ്ടി, അപ്പോൾ അത് പിന്നെ സെൻഡ് ചെയ്യുന്നു, ഗോസ് ഔട്ട് ലാസ്റ്റിലേക്ക് പോകുന്നു.
ഇനി ദ സീറോ ദാറ്റ് ഈസ് ദ ലോ ഈസ് റെഫേർഡ് ടു ആസ് സ്പേസ്. അപ്പോൾ സ്റ്റോപ്പ് ബിറ്റ് കഴിഞ്ഞാൽ ഒരു ലോ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അതാണ് സീറോ ഓർ ലോ ദാറ്റ് ഈസ് റെഫേർഡ് ടു ആസ് സ്പേസ്. Now, due to the extended ASCII characters, 8-bit ASCII data is common. In older systems, ASCII characters were 7-bit. Okay, so extended ASCII characters പ്രകാരം 8-bit ആണ് ASCII ഡേറ്റ ഉണ്ടാവുന്നത്. അപ്പോൾ പക്ഷേ ഓൾഡർ സിസ്റ്റംസിലാണെങ്കിൽ 7-bit ആയിരുന്നു ASCII characters. In modern PCs, the use of one stop bit is standard. Okay, modern PCസിൽ 1 stop bit ആണ്. Older systemസിൽ 2 stop bits were used. Due to slowness of the receiving mechanical device and to give the device sufficient time to organize itself before transmission of the next byte. അപ്പോൾ ഈ 2 അതായത് സ്റ്റോപ്പ് ബിറ്റ്സ് മുമ്പ് 2 സ്റ്റോപ്പ് ബിറ്റ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ പക്ഷേ മോഡേൺ PCസിൽ ഒരു സ്റ്റോപ്പ് ബിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് 2 സ്റ്റോപ്പ് ബിറ്റ്സ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു റിസീവിങ് ഡിവൈസിൻ്റെ ഒരു സ്ലോനെസ് കാരണമാണ്. അതുപോലെ തന്നെ ഒരു ടൈം വേണം, അതായത് അടുത്ത ബൈറ്റ് ട്രാൻസ്മിഷന് മുമ്പായിട്ട് കുറച്ച് സമയം കൊടുക്കാൻ വേണ്ടി ആണ് ആ ഒരു 2 സ്റ്റോപ്പ് ബിറ്റ്സ് മുമ്പ് ആഡ് ചെയ്തിരുന്നത്. ഓൾസോ the rate of data transfer in serial data communication is stated in BPS or bits per second. Another widely used terminology for bits per second is baud rate. അപ്പോൾ ഈ ഒരു baud rate ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഡേറ്റ ട്രാൻസ്മിഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. സോ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് അത് ബിറ്റ്സ് പെർ സെക്കൻഡ് ആവാം, അല്ലെങ്കിൽ baud rate എന്ന് പറയും. It is the modem terminology and is defined as the number of signal changes per second. In modems, there are occasions when a single change of signal transfers several bits of data. ഓക്കെ, അപ്പം ഇവിടെ ഈ അതായത് ബിറ്റ്സ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ baud rate എന്ന് ഉദ്ദേശിക്കുന്നത് അത് നമ്പർ ഓഫ് സിഗ്നൽ ചേഞ്ചസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, മൊഡമിൽ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊഡമിലെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ചേഞ്ച് ഓഫ് സിഗ്നൽ തന്നെ സെവറൽ ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ അതിൽ പറ്റും. As far as the conductor wire is concerned, the baud rate and BPS are the same. Okay, baud rate ഉം BPS ഉം സെയിം ആണ്. കണ്ടക്ടർ വയർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ. The data transfer rate of given computer system depends on the communication ports incorporated into that system. Baud rate is limited to 100 kilobits per second. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് എന്ന് വെച്ചാൽ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് കമ്മ്യൂണിക്കേഷൻ പോർട്സ് എന്താ സിസ്റ്റത്തിലുള്ളത് അതനുസരിച്ചാണ്. ഓക്കെ, ആൻഡ് baud rate ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 100 kilobits per second ആണ് അതിൻ്റെ ലിമിറ്റേഷൻ.